أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ صرفنا إليك نفرا من الجن يستمعون القرآن فلما هذروه قالوا أنصتوا فلما قضي ولوا إلى قومهم منذرين. قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم. يا قومنا أجيبوا داعي الله وآمنوا به يغفر لكم من ذنوبكم ويجركم من عذاب أليم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സൂറത്തുൽ അഹ്ഖാഫിലെ 28 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള 3 ആയത്തുകൾ പഠിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. അള്ളാഹു പഠിക്കാനും പകർത്താനും നമ്മുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. മനുഷ്യവർഗത്തെ പോലെ ജിന്നുവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവരെ മാത്രം ആരാധിക്കുവാനാണ്. ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാനല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യവർഗത്തിൽ നല്ലവരും ചീത്ത ആളുകളും ഉണ്ട്, സത്യവിശ്വാസികളും സത്യനിഷേധികളും ഉണ്ട്. അതേ പ്രകാരം തന്നെ ജിന്ന് വർഗത്തിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും ശാസനകളെയും പൂർണ്ണമായി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. സത്യനിഷേധികളായ ധിക്കാര വർഗങ്ങളും ജിന്ന് വർഗത്തിലുണ്ട്. ജിന്ന് വർഗത്തിനും മനുഷ്യവർഗത്തെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും ശാസനകളെയും സ്വീകരിക്കുക നിർബന്ധമാണ്. അതിനവർ ബാധ്യസ്ഥരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ ജിന്ന് വർഗത്തിലേക്കും ഉണ്ടായിരുന്നു എന്നതിലേക്ക് സൂചന നൽകുന്ന ചില ആയത്തുകളാണ് നാം പഠിക്കാൻ പോകുന്നത്. وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ فَلَمَّا حَضَرُوهُ قَالُوا أَنصِتُوا فَلَمَّا قُضِيَ وَلَّوْا إِلَى قَوْمِهِمْ مُنذِرِينَ. وَإِذْ صَرَفْنَا, നാം തിരിച്ചുവിട്ട സന്ദർഭം, ഇലൈക്ക, നിന്റെ അടുക്കലേക്ക്. അല്ലാഹു തആല പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, സ്വറഫിന, നാം തിരിച്ചുവിട്ടു, ഇലൈക്ക, നബിയെ, അങ്ങയുടെ അടുക്കലേക്ക്, നഫറൻ, ഒരു കൂട്ടത്തെ. നഫർ എന്ന് പറഞ്ഞാൽ 10ൽ കുറയാത്ത ഒരു സംഘത്തിനാണ് അറബിയിൽ നഫർ എന്ന് പറയുക. ഒരു കൂട്ടത്തെ, ഒരു സംഘത്തെ നിന്നിലേക്ക് തിരിച്ചുവിട്ടു. ആരിൽ നിന്നുള്ള സംഘം? മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ. എന്താണ് ആ ജിന്നുകളുടെ പ്രത്യേകത? യസ്തമിഊന, അവർ ശ്രദ്ധിച്ചു കേൾക്കുന്നു. അവർ കേൾക്കുന്നു, വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. അൽ ഖുർആന, വിശുദ്ധമായ ഖുർആനിനെ. ഖുർആൻ കേൾക്കുന്ന ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ നിന്റെ അടുക്കലേക്ക് നാം തിരിച്ചുവിട്ടു. ഫലമ്മ ഹളറൂഹു, അവർ അതിനടുത്ത് വന്നപ്പോൾ, ഹാജരായപ്പോൾ, ഹാജറാകുക, സന്നിഹിതരാവുക. ഫലമ്മ ഹളറൂഹു, അവർ അതിനടുക്കൽ ഹാജരായപ്പോൾ. ഏതിനടുക്കൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ
ആ വിശുദ്ധ ഖുർആൻ ഓതുന്നതിൻ്റെ അടുത്ത് ജിന്നുകൾ ഹാജരായപ്പോൾ ഖാലു അവർ പറഞ്ഞു, ചില ജിന്നുകൾ മറ്റു ജിന്നുകളോട് പറയാൻ, ഖാലു അവർ പറഞ്ഞു, അൻസിതു അൻസിതു നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങൾ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കരുത്, അൻസിതു നിങ്ങൾ മൗനമായി മിണ്ടാതെ ഇരിക്കുവീൻ എന്ന് അവരിൽ ചിലരോട് പറഞ്ഞു. ഫലമ്മ കൊലിയ അങ്ങനെ അത് തീർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതി ആ വിഷയം അവസാനിച്ചപ്പോൾ ഫലമ്മ കൊലിയ അങ്ങനെ അത് തീർന്നപ്പോൾ വല്ലോ അവർ തിരിച്ചുപോയി. ആ ഖുർആൻ കേട്ട ഈ ജിന്നുകൾ തിരിച്ചുപോയി. ഇലാ കൗമിഹിം അവരുടെ ജനതയിലേക്ക്, ജിന്നുവർഗത്തിലേക്ക്, ആ സമൂഹത്തിലേക്ക് ഈ ഖുർആൻ കേട്ട ജിന്നുകൾ തിരിച്ചുപോയി. മുൻദിരീൻ താക്കീത് ചെയ്യുന്നവരായി അവർ തിരിച്ചുപോയി. ഇതാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ജിന്നുവർഗത്തിനും ഉണ്ടായിരുന്നു എന്ന് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഖുർആനിക വചനം തങ്ങളുടെ ജനതയിലേക്ക് ചെന്ന് അവർ ദഅവത്ത് നടത്തുന്നത്, അവരെ അറിയിക്കുന്നതും ഉപദേശിക്കുന്നതുമൊക്കെയാണ് 30-ാമത്തെ വചനം. قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم. قالوا അവർ പറഞ്ഞു, ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ട ഈ ജിന്നുകൾ പറഞ്ഞു, തങ്ങളുടെ സമൂഹത്തിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറയാ, യാ ഖൗമനാ ഞങ്ങളുടെ ജനങ്ങളെ, ഞങ്ങളുടെ സമൂഹമേ, ഇന്നാ തീർച്ചയായും ഞങ്ങൾ, സമിഅന ഞങ്ങൾ കേട്ടിരിക്കുന്നു, കിതാബൻ ഒരു ഗ്രന്ഥം ഞങ്ങൾ കേട്ടു, ഉൻസില അത് ഇറക്കപ്പെട്ടിരിക്കുന്നു, നസല ഇറങ്ങി, ഉൻസില ഇറക്കപ്പെട്ടു, ഉൻസില അത് ഇറക്കപ്പെട്ടിരിക്കുന്നു, മിൻ ബഅദി മൂസ ബഅദ് ശേഷം, മിൻ ബഅദി മൂസ മൂസാക്ക് ശേഷം ഇറക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം തീർച്ചയായും ഞങ്ങൾ കേട്ടിരിക്കുന്നു ജനങ്ങളെ. മുസദ്ദിഖൻ സത്യമാക്കിക്കൊണ്ടുള്ള ഗ്രന്ഥം, മുസദ്ദിഖൻ സത്യമാക്കിക്കൊണ്ടുള്ള, ലിമാ ബൈന യദൈഹി ലിമാ ഒന്നിനെ ബൈന യദൈഹി അതിന്റെ മുമ്പിലുള്ള തൗറാത്തിനെ കുറിച്ചായിരിക്കാം ആ പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടുവല്ലോ. ആ മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം മുൻ വേദങ്ങളെയെല്ലാം സത്യമാക്കിക്കൊണ്ടുള്ള ഒരു കിതാബ് ഞങ്ങൾ കേട്ടു, ഒരു കിതാബിലെ വർത്തമാനം ഞങ്ങൾ കേട്ടു. എന്താണ് ഞങ്ങൾ കേട്ട ആ കിതാബിന്റെ പ്രത്യേകത? യഹ്ദി അത് വഴി കാണിക്കുന്നു, അത് ഹിദായത്തിലേക്കാക്കുന്നു, ഇലൽ ഹഖി യഥാർത്ഥത്തിലേക്ക് അത് വഴി കാണിക്കുന്നു. ഹക്ക് സത്യം, യഥാർത്ഥം. യഹ്ദി അത് വഴി കാണിക്കുന്നു, ഇലൽ ഹഖി യഥാർത്ഥത്തിലേക്ക്, സത്യത്തിലേക്ക്. വ ഇലാ ത്വരീഖിൻ മുസ്തഖീം ത്വരീഖ് മാർഗം, വഴി, മുസ്തഖീം ചൊവ്വായ. വ ഇലാ ത്വരീഖിൻ മുസ്തഖീം ചൊവ്വായ നേർമാർഗത്തിലേക്കും സത്യത്തിലേക്കും വഴികാട്ടുന്ന മുമ്പുള്ള വേദങ്ങളെയെല്ലാം കിതാബുകളെയെല്ലാം സത്യമാക്കിക്കൊണ്ടുള്ള മൂസാക്ക് ശേഷം വന്ന ഇറക്കപ്പെട്ട ഒരു കിതാബിനെ തീർച്ചയായും ഞങ്ങൾ കേട്ടു. ഇതാണ് ആ ഖുർആൻ കേട്ട ജിന്നുകൾ ചെന്നുകൊണ്ട് മറ്റു ജിന്നുവർഗത്തോട് പറഞ്ഞത്. ജിന്നുകൾ വീണ്ടും ജിന്നുകളോട്, അവരുടെ സമൂഹത്തോട് പറയാ, യാ ഖൗമനാ അജീബു ദാഇയല്ലാഹി വ ആമിനൂ ബിഹി യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വയുജിർക്കും മിൻ അദാബിൻ അലീം. യാ ഖൗമനാ ഞങ്ങളുടെ ജനങ്ങളെ, ഞങ്ങളുടെ സമൂഹമേ, അജീബു ജവാബ് ഉത്തരം,
അജീബൂ, നിങ്ങൾ ഉത്തരം ചെയ്യുവീൻ. ദാഇയല്ലാഹ്, ദാഇ ക്ഷണിക്കുന്നവൻ, പ്രബോധകൻ. ദാഇയല്ലാഹ്, അള്ളാഹുവിന്റെ ക്ഷണക്കാരന്, അള്ളാഹുവിന്റെ പ്രബോധകന് നിങ്ങൾ ഉത്തരം ചെയ്യുവീൻ. വആമിനൂ, അവനിൽ വിശ്വസിക്കുകയും ചെയ്യുവീൻ. വആമിനൂ, നിങ്ങൾ വിശ്വസിക്കുവീൻ. ബിഹി, അവനിൽ, അള്ളാഹുവിന്റെ ദാഇയായ പ്രബോധകനായവനിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവീൻ. അങ്ങനെ വിശ്വസിക്കുകയും ആ ക്ഷണക്കാരന് നിങ്ങൾ ഉത്തരം ചെയ്യുകയും ചെയ്താൽ യഗ്ഫിർ, നിങ്ങൾക്ക് യഗ്ഫിർ പുറത്തു കിട്ടും, ലക്കും നിങ്ങൾക്ക്, യഗ്ഫിർ ലക്കും എന്നാൽ അവൻ നിങ്ങൾക്ക് പുറത്തു തരും, മിൻ ദുനൂബിക്കും നിങ്ങളുടെ പാപങ്ങൾ, എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. വയുജിർക്കും, നിങ്ങളെ കാക്കുകയും ചെയ്യും, മിൻ അദാബിൻ, ശിക്ഷയിൽ നിന്ന്, അലീം, വേദനയേറിയ, വയുജിർക്കും മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ അവൻ കാക്കുകയും ചെയ്യും എന്ന് ആ ഖുർആൻ കേട്ട ജിന്നുകൾ അവരുടെ കൂട്ടുകാരായ, അവരുടെ അനുയായികളായ ആ സമൂഹ ജിന്നുകളോട് ചെന്നുകൊണ്ട് പറഞ്ഞു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അല്ലാഹു തആല ജിന്നുകളെ വിട്ടിരുന്നു. സ്വറഫിന ഇലൈക, നിന്നിലേക്ക് നാം തിരിച്ചു വിട്ടു, നഫറ മിനൽ ജിന്നി, ജിന്നുകളിലുള്ള ഒരു സംഘത്തെ എന്നാണ്. പല തവണകളിലായി വിശുദ്ധ ഖുർആനിന്റെ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഈ വിഷയം പരാമർശിക്കുന്നുണ്ട്. ജിന്നുകളിൽപ്പെട്ട പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയും അവർ വിശുദ്ധ ഖുർആൻ കേൾക്കുകയും ആ കേട്ടത് സ്വന്തം സമൂഹത്തിൽ ചെന്നുകൊണ്ട് അവർ പ്രബോധനം നടത്തുകയും എല്ലാം ചെയ്തിരുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. സ്വന്തം വർഗത്തിൽപ്പെട്ട ആളുകളായിരുന്നുവല്ലോ മക്കയിലെ മുശ്രിക്കുകൾ, കുഫാറുകൾ. അവർ പോലും വിശുദ്ധമായ ഖുർആനിനെ നിഷേധിക്കുകയും അള്ളാഹുവിനെ പരിഹസിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുകയും ചെയ്തപ്പോൾ മനുഷ്യവർഗമല്ലാത്ത ജിന്നുകൾക്ക് പോലും ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വല്ലാത്ത മാനസികമായ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ പരിവർത്തനം അവരിൽ മാത്രമല്ല, അവർ മറ്റുള്ള അവരുടെ ആളുകളിലേക്ക്, ജനതയിലേക്ക് അത് എത്തിച്ചു കൊടുത്തിരുന്നു എന്നെല്ലാം നാം മനസ്സിലാക്കുന്നു. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ജിന്നുവർഗം ഇതൊരിക്കലും ജിന്നുകളല്ല, മറിച്ച് ഏതോ പരിഷ്കൃത വർഗത്തിൽപ്പെട്ട അപരിഷ്കൃതരായ മനുഷ്യവർഗമാണ് എന്ന് വാദിക്കുന്ന ചില പുരോഗമന വാദക്കാർ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. പല ആളുകളും ജിന്നുകൾ എന്ന് പറയുന്നത്, അല്ലാഹു തആല ഇവിടെ ജിന്ന് എന്ന് പറഞ്ഞത് അത് ഏതോ കാട്ടറബികളെ പോലെയുള്ള ഒരു മനുഷ്യവർഗം മാത്രമാണ് എന്ന് വാദിക്കാനും സ്ഥിരപ്പെടുത്തുവാനും പരിശുദ്ധ ഖുർആനിന്റെ വിവിധങ്ങളായ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുകയും ജിന്നുകളുമായി ബന്ധപ്പെട്ട നിരവധി സ്വഹീഹായ ഹദീസുകളുണ്ട്. അത്തരം ഹദീസുകളെയൊക്കെ ശക്തമായി നിഷേധിക്കുകയും ചെയ്യുന്നത് നാം കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഏതായിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവിടെ ജിന്നു വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം അള്ളാഹുവിന്റെ റസൂലിന്റെ അരികെ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ കേട്ടു എന്നും അവർ അവരുടെ സമൂഹത്തിലേക്ക് ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, അവരിൽ വിശ്വസിക്കണം, കാരണം അത് സത്യമായ മാർഗത്തിലേക്ക് വഴി നടത്തുന്ന വേദഗ്രന്ഥമാണ് എന്ന് ജിന്നുവർഗമാണ് പറഞ്ഞത് എന്ന് നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവാണ്. ഈ ജിന്ന് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വർഗം അല്ല എന്ന തെറ്റായ പൊള്ളയായ ദുർവ്യാഖ്യാനങ്ങൾ കേട്ടുകൊണ്ട് നാം വിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുന്നവർ ആകാതിരിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാവുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നാം പഠിച്ച 3 ആയത്തുകൾ, ആ ആയത്തുകളുടെ അർത്ഥം ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം. വഇദ് സ്വറഫിനാ ഇലൈക നഫറം മിനൽ ജിന്ന്, ജിന്നുകളിൽ നിന്നുള്ള ഒരു കൂട്ടരെ, ഒരു ചെറുസംഘത്തെ നിന്റെ അടുക്കലേക്ക് നാം തിരിച്ചുവിട്ട സന്ദർഭം ഓർക്കുക. യസ്തമിഊനൽ ഖുർആൻ, ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുന്നു, അവർ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഫലമ്മ
فلما حضروه قالوا أنصتوا. എന്നിട്ട് ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ അടുക്കൽ ആ ജിന്നുകൾ എത്തിയപ്പോൾ, അവിടെ ഹാജരായപ്പോൾ, നിശബ്ദമായി മിണ്ടാതിരിക്കുവീൻ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. വർത്തമാനം പറയല്ല എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയാണ്. എന്നിട്ട് ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. അത് പാരായണം നിർവഹിച്ചു കഴിഞ്ഞപ്പോ, അത് പാരായണം ചെയ്തു തീർന്നപ്പോൾ, വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, തങ്ങളുടെ ജനതയുടെ അടുത്തേക്ക് താക്കീത് നൽകുന്നവരായും കൊണ്ട്, മുൻദിരീൻ താക്കീത് നൽകുന്നവർ, താക്കീത് നൽകുന്നവരായും കൊണ്ട് അവർ തിരിച്ചുപോയി. വെറുതെ കേൾട്ടാ മാത്രം പോരാന്ന് ശരിയല്ലേ. അവർ കേട്ടത് അവരുടെ ജീവിതത്തിൽ പകർത്തുക മാത്രമല്ല ചെയ്തത്, അത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. കേട്ടത് എന്ത് ചെയ്യണം? കഴിയാവുന്ന തരത്തിലൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്യുകയും കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും മറ്റുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അതാണ് അവർ ചെയ്തത്. അവരുടെ സമൂഹത്തിലേക്ക് അവർ പോയി. മുൻദിരീന താക്കീത് നൽകുന്നവരായും കൊണ്ടുപോയിട്ട്, ഖാലൂ യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. അവര് പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ ഒരു വേദഗ്രന്ഥം പാരായണം ചെയ്യപ്പെടുന്നത് ഞങ്ങൾ സമിഅന ഞങ്ങൾ കേട്ടിരിക്കുന്നു. എന്നിട്ടോ ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. ഞങ്ങൾ കേട്ട ആ വേദഗ്രന്ഥം അതിന്റെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളെ സത്യമാക്കിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം അവതരിക്കപ്പെട്ടിരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം അവതരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം, ഒരു കിതാബ് ഞങ്ങൾ കേട്ടു. എന്താണ് ആ കിതാബിന്റെ പ്രത്യേകത? യഹ്ദീ ഇലൽ ഹഖ് വ ഇലാ ത്വരീഖിൻ മുസ്തഖീം. യഥാർത്ഥത്തിലേക്കും ഹഖിലേക്കും, ത്വരീഖിൻ മുസ്തഖീം ചൊവ്വായ നേർമാർഗത്തിലേക്കും, യഹ്ദി അത് വഴികാട്ടുന്നു, സത്യത്തിലേക്കും ചൊവ്വായ നേർമാർഗത്തിലേക്കും വഴികാട്ടുന്ന ഒരു ഗ്രന്ഥം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശേഷം എല്ലാ മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളെയൊക്കെ സത്യമാക്കിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു സമൂഹമേ എന്നവർ പറഞ്ഞു. വീണ്ടും അവർ പറയാ, യാ ഖൗമനാ അജീബൂ ദാഇയല്ലാഹി വ ആമിനൂ ബിഹി. അതുകൊണ്ട് യാ ഖൗമന, ഞങ്ങളുടെ സമൂഹമേ, അജീബു ദാഇയല്ലാഹി വ ആമിനൂ ബിഹി, നിങ്ങൾ അള്ളാഹുവിന്റെ ക്ഷണകർത്താവിന്, അള്ളാഹുവിന്റെ ദൂതന്, ദാഇയ അള്ളാഹുവിന്റെ ആ പ്രബോധകന്, അജീബു നിങ്ങൾ ഉത്തരം നൽകണം. വ ആമിനൂ ബിഹി, അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. അങ്ങനെ അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ, യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും, വയുജിർക്കും മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ കാക്കുകയും ചെയ്യുന്നതാണ് എന്ന് ആ ജിന്നുവർഗം അവരുടെ സമൂഹത്തിന്റെ അരികിൽ ചെന്നുകൊണ്ട് പ്രബോധനം നടത്തി. നമുക്കും ഇത് ബാധകമാണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം അതാണ്. നാം പഠിച്ചാൽ പോരാ, നാം കേട്ടാൽ പോരാ, ആ കേട്ടത് വളരെ ശ്രദ്ധാപൂർവം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ശ്രദ്ധയോടുകൂടെ കേൾക്കണമെന്നും ആ കേട്ട കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നും അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതൊക്കെ സത്യസന്ധമാണ്, അത് സത്യത്തിലേക്കും നേരായ മാർഗത്തിലേക്കും മാത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ നയിക്കുന്നതെന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ സ്വീകരിച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് നമ്മൾ കൃത്യമായി വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചാൽ നമ്മുടെ തെറ്റുകളൊക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരുമെന്നും വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നമ്മെ അല്ലാഹു തആല കാക്കും എന്ന പാഠങ്ങളും സന്ദേശങ്ങളും ഒക്കെയാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ. സ്വീകരിക്കുക. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.